ദീർഘമായ പ്രസംഗം പ്രസക്തമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. വലിയ വെയിലത്ത്, വലിയ പോരാട്ട വീര്യത്തോടുകൂടി, അതിശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങളോടുകൂടി കത്തോലിക്ക കോൺഗ്രസിന്റെ പതാകയും സംവഹിച്ചുകൊണ്ട് ഈ തെരുവോരങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ എല്ലാ തെരുവോരങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ മാസം 27-ാം തീയതി പാലക്കാടിന്റെ മണ്ണിൽ നമ്മൾ വമ്പിച്ച സമുദായ സമ്മേളനവും റാലിയും നടത്തുകയാണ്. എന്തിനാണ് ഈ റാലിയും സമ്മേളനവും എന്നൊക്കെ ചോദിച്ചാൽ അത് ഈ അവകാശങ്ങളുടെ ഒരു പോരാട്ടങ്ങളുടെ തുടർക്കഥയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ അവകാശ പ്രഖ്യാപന സമ്മേളനം ഇന്ന് ഈ കോഴിക്കോട് നഗരത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 107 വർഷത്തെ ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യമുള്ള പ്രസ്ഥാനം കത്തോലിക്ക കോൺഗ്രസ്. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം ഈ നാട്ടിലെ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ നാട്ടിലെ മുസൽമാനും ഹൈന്ദവരും ഉൾപ്പെടുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയും പോരാടിയ ചരിത്രമാണ് കത്തോലിക്ക കോൺഗ്രസിന് ഉള്ളത് എന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെയും പൗരസമത്വവാദ പ്രക്ഷോഭത്തിന്റെയും ഉത്തരവാദിത്വ പ്രക്ഷോഭത്തിന്റെയും ഒക്കെ അലയോലികൾ ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള വലിയ ശ്രമമായിരുന്നു, നവോത്ഥാനത്തിന്റെ മുന്നേറ്റമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാ. പ്രിയപ്പെട്ടവരെ, അതിന്നും തുടർന്നുകൊണ്ടിരിക്കുക. അത് കാർഷിക മേഖലയിലായിക്കൊള്ളട്ടെ, ന്യൂനപക്ഷ മേഖലയിലായിക്കൊള്ളട്ടെ, മാധ്യമ മേഖലയിലായിക്കൊള്ളട്ടെ, വ്യാവസായിക മേഖലയിലായിക്കൊള്ളട്ടെ, ഈ സമൂഹവും ഈ സമുദായവും എവിടെയൊക്കെ അവഗണിക്കപ്പെടുന്നുവോ അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ അവകാശങ്ങളെ നിങ്ങൾ ഹരിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ആർജവത്വം ഈ ക്രൈസ്തവ സമുദായം നേടിയിരിക്കുന്നുവെന്നുള്ള ചൂണ്ടുപലകയാണ് ഇന്ന് ഈ മുതലക്കോടം മൈതാനത്ത് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ കത്തോലിക്ക സമുദായം വലിയ പ്രതീക്ഷയോടെ പോകുന്നത്. നമ്മളുടെ അഭിമന്യ പിതാക്കന്മാർക്ക്, ബഹുമാനപ്പെട്ട വൈദികർക്ക് പള്ളികളിൽ പോലും പ്രസംഗിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിവുള്ളതാണ്. പാലായിൽ പ്രസംഗിച്ചാൽ, തലശ്ശേരിയിൽ പ്രസംഗിച്ചാൽ അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് ചില ചിത്രശക്തികൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ കാണാതിരിക്കുന്നില്ല. ഈ സമുദായത്തിൽപ്പെട്ട ആളുകളെ, ഈ സമുദായത്തിന്റെ ആവശ്യങ്ങൾ ബോധവൽക്കരിക്കുമ്പോൾ അതിലേക്ക് അസ്വസ്ഥതപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു സമുദായ നേതാവിനും ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞങ്ങളെയൊന്നും ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്നൊന്നും ആരും വ്യാമോഹിക്കണ്ട. ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശം ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കോ, ഞങ്ങളുടെ വ്യവസായ മേഖലയിലേക്കോ, ഞങ്ങളുടെ കാർഷിക മേഖലയിലേക്കോ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കോ കടന്നു വരാമെന്ന് ആരെങ്കിലും മനക്കോട്ട കെട്ടിയാൽ അതിശക്തമായി പ്രതിരോധിക്കുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ നാളുകളിൽ, ഇന്നും നാളെയും ഈ നാളുകളിലെല്ലാം ഉണ്ടായിരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഈ മുതലക്കോള സമ്മേളനം നമ്മൾ ഉന്നയിക്കുവാൻ വേണ്ടി പോവുക. അതുകൊണ്ട് തന്നെ കത്തോലിക്ക കോൺഗ്രസ് കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെയും ആലോചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളോടുകൂടി രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം, സാമൂഹ്യമെങ്കിൽ സാമൂഹികം, സാമുദായികം സാമുദായികം കൃത്യമായിട്ട് ചുവടുവെപ്പ് വെക്കുവാൻ, അത് ഏതറ്റം വരെയും പോകുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കുകയാണ്. അഭിമന്യ റെമീജിയസ് പിതാവും അഭിമന്യ പാമ്പ്രാനി പിതാവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വേണ്ടി വന്നാൽ രാഷ്ട്രീയമായിട്ട് ഇടപെടേണ്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇടപെടുവാനായിട്ട് വരും നാളുകളിലെ ത്രിതല പഞ്ചായത്തുകളിലും വരും നാളുകളിലെ നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ശ്രമിക്കും, ശ്രദ്ധിക്കും, നമ്മൾ വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ കത്തോലിക്ക കോൺഗ്രസ് നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്, ഈ പൊതുസമൂഹത്തിന് മുൻപിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ അണിചേരുവാനായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ബാധ്യതയുണ്ട്. കാരണം ഇത് ക്രൈസ്തവ സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഈ നാട്ടിലെ മുഴുവൻ കർഷകരുടെയും പ്രശ്നമാണെന്ന ചിന്തയിൽ ഈ പ്രസ്ഥാനത്തെയും ഈ പോരാട്ടത്തെയും പിന്തുണയ്ക്കുവാൻ നാളുകളിൽ നിങ്ങൾ ഉണ്ടാകണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് വരും നാളുകളിലും നിങ്ങൾ വലിയ പിന്തുണ നൽകണം. കഴിഞ്ഞ കാലഘട്ടത്തിൽ നൽകിയ പിന്തുണയ്ക്ക് നിങ്ങൾക്ക് വലിയ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതുവരെ നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമുള്ള സീറോ മലബാർ സമുദായങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് സമരം ചെയ്യുമെന്നും പോരാടുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് ജയിക്കട്ടെ.